നിങ്ങളുടെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ശരിക്കും ആരാണ്? നിങ്ങളെ നയിക്കുന്നത് നിങ്ങളാണോ അതോ നിങ്ങളുടെ ശീലങ്ങളാണോ? ഹായ്, ഐ എം ജാഫർ അലി. ഐ എം എ കോൺഷ്യസ് ലിവിംഗ് കോച്ച്. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓട്ടോ പൈലറ്റ് മോഡിലാണ്. ഈ ഓട്ടോ പൈലറ്റ് മോഡിൽ നമ്മൾ പോകുമ്പോൾ ഓരോ ദിവസവും എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരു അബോധാവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എപ്പോഴും ഒരു അൺനോൺ ഫാക്ടർ ഉണ്ട്. ഏത് കാര്യത്തിലും നമ്മൾക്ക് ഈ അൺനോൺ ഫാക്ടർ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു പക്ഷെ ഭയങ്കര അകാരണമായിട്ടുള്ള പേടിയായിരിക്കാം, എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും എപ്പോഴും ടെൻഷൻ ആയിരിക്കാം. ഇതൊക്കെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ഇതെന്തിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇവിടെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. ഈ ക്ലാരിറ്റി നമ്മൾ കൊണ്ടുവന്നാൽ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് ക്ലാരിറ്റി വന്നു, നമുക്ക് ബോധം കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് പേടിയും ടെൻഷനൊക്കെ ഉള്ളിലുള്ളപ്പോൾ ഓൾറെഡി ഇന്റേണൽ സ്റ്റേറ്റ് നെഗറ്റീവാണ്. ആ സമയത്ത് എക്സ്റ്റേണൽ ആയിട്ട് എന്തൊക്കെ വന്നാലും അതൊക്കെ നമ്മളെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യും. മനസ്സിലാക്കേണ്ടത് ബ്രയാൻ ട്രേസിയുടെ ഒരു ആശയമുണ്ട്, ഈവന്റ് പ്ലസ് റെസ്പോൺസ് ഈക്വൽ ടു ഔട്ട്കം. ഈവന്റുകൾ നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അവിടെ ഒന്നും നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല. അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, അവിടെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാണോ അതല്ലെങ്കിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യാണോ, അതിനനുസരിച്ചുള്ള ഔട്ട്കം ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ് നമ്മൾ കൊണ്ടുവരിക എല്ലാ കാര്യത്തിലും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്ന ശീലങ്ങൾ പലതും നമ്മുടെ ചെറുപ്പകാലങ്ങളിലും മാതാപിതാക്കളിൽ നിന്നും ചുറ്റുപാടിൽ നിന്നൊക്കെ കിട്ടിയ ശീലങ്ങളായിരിക്കും. ഇവിടെയൊക്കെ നമുക്കൊരു ചോയ്സ് ഉണ്ട്. ഇതിൽ നിന്നൊക്കെ മാറ്റം വരുത്താനുള്ള ഒരു ചോയ്സ് ഉണ്ട്. ദെൻ വൈ കാണ്ട് യു? ഇവിടെ നമ്മളെ മാറ്റുന്നത് ശക്തമായിട്ടുള്ള ഓരോ ചോദ്യങ്ങളാണ്. ഇവിടെ കോൾ ടു ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും നമ്മൾ വന്നിട്ട് ചോദിക്കേണ്ടത്, ഇന്ന് ഞാൻ കോൺഷ്യസ് ആയിട്ടാണോ ജീവിച്ചത്, ബോധപൂർവമാണോ ജീവിച്ചത്? അങ്ങനെയാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ നാളെ ഏതൊക്കെ കാര്യങ്ങളിൽ എനിക്ക് എൻ്റെ കോൺഷ്യസ്നെസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും? അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ കാര്യങ്ങളിലെങ്കിലും നമ്മളത് ആ ഒരു ബോധം കൊണ്ടുവരിക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഏത് കാര്യത്തിനും പ്രതികരിക്കുന്നതിന് മുമ്പേ, തീരുമാനം എടുക്കുന്നതിന് മുമ്പേ നമ്മുടെ പോസ് ബട്ടൺ ഓൺ ആക്കുക. ഒന്നോ രണ്ടോ സെക്കൻഡ് അവിടെ നിർത്തിയതിന് ശേഷം മാത്രം നമ്മൾ പ്രതികരിക്കുക, അതിനെ തീരുമാനങ്ങൾ എടുക്കുക. ഈ രണ്ട് കോൾ ടു ആക്ഷൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനുള്ളത്. ഇനി ഇതിന്റെ തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് നെക്സ്റ്റ് സെഷൻസ് ഒക്കെ വരും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒക്കെ